ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഉണക്കനെത്തോലി ഇരുമ്പമ്പുളി തോരനാണ്. അതിനായിട്ട് നമ്മളിവിടെ ചെറിയ ഉണക്കനെത്തോലിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇരുമ്പമ്പുളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങ ജാറിലേക്കിട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് ചതച്ചുകൊണ്ട് വരാം. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നെത്തോലിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇരുമ്പമ്പുളി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമുക്കിനി ഇത് ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. തോരൻ എന്തായാലും ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വരണം. നമുക്കിനി ഇതൊന്നും കൂടെ മൂടി വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ തോരൻ നല്ല പാകത്തിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് തോരനൊന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്ക് തോരനിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം.
കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നമ്മുടെ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കനെത്തോലി ഇരുമ്പുളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ന്യൂ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.